ജിബിൻ, വഞ്ചൂർ പോലീസിന്റെ നടപടിക്രമങ്ങളിലെ ആ ഏകപക്ഷീയമായ ഒരുപക്ഷെ അതിനകത്ത് പക്ഷപാതത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, എടുത്തു പറയേണ്ടത്. കാരണം ചിലരെയൊക്കെ തന്നെ പ്രതി ചേർത്തു, അവരെ വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ പ്രധാനപ്പെട്ട ആളുകൾ അവരിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ എം വി ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ, മറ്റു പ്രധാനപ്പെട്ട CPM-ന്റെ സാമാജികർ അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടി പ്രതികരിക്കപ്പെടണം എന്ന തരത്തിലേക്ക് കോടതി എത്തുമ്പോൾ ഇനി പോലീസിനാണ് അവിടെ റോള് പ്രധാനപ്പെട്ടത്. അത് പോലീസ് ചെയ്യുമോ? വഞ്ചൂർ പോലീസ് അതിന് ധൈര്യപ്പെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. DGP-യും ഒപ്പം വഞ്ചൂർ പോലീസും നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകളിൽ രണ്ട് വൈരുദ്ധ്യങ്ങൾ കാണാനും കഴിയുന്നുണ്ട്. ജിബിൻ, പ്രജീഷ്, അത് തന്നെയാണ്. ഈ ഡിസംബർ 5-ാം തീയതി ഈ കാണുന്ന റോഡിൽ ഇത്തരത്തിൽ സ്റ്റേജ് കിട്ടിയ ദിവസം മുതൽ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത്. കാരണം വഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇത്രയും വലിയൊരു നിയമലംഘനം നടന്നിട്ട് പോലീസ് എന്തുകൊണ്ടാണ് അത് തടയാത്തത്? അന്ന് രാത്രിയോട് കൂടിയാണ് പോലീസ് ഈ കേസൊക്കെ തന്നെ എടുത്തത്. ഈ പരിപാടി സമ്മേളനത്തിന് ശേഷമുള്ള നാടകമൊക്കെ പൂർത്തിയായതിനു ശേഷം മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഈ കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തതുപോലെ. പക്ഷേ ഈ തൊട്ടപ്പുറത്തായി കാണുന്നതാണ് വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ. ഈ സ്റ്റേജ് കെട്ടിയെന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റായി കാണുന്ന ഈ ഒരു റോഡിൽ, അതായത് പോലീസിന് ഈ ഒരു റോഡിൽ കൂടി മാത്രമേ അകത്തോട്ട് സ്റ്റേഷനിലകത്ത് കയറാനും ഇറങ്ങാനും കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഇത് പോലീസിൻ്റെ കൺമുന്നിൽ നടന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ കൺമുന്നിൽ നടന്ന സാധനം പോലീസിന് തടയാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായി മറച്ചുകൊണ്ട് സ്റ്റേജ് കെട്ടുന്നു. പക്ഷേ ആ സ്റ്റേജ് കെട്ടുന്ന സമയത്ത് പോലും ഈ സമ്മേളനം നടക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കാണുന്ന റോഡ് പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സ്റ്റേജ് കെട്ടിയത്. പക്ഷേ ഇത് നിരോധിച്ച സമയത്തോ ഇവിടെ സ്റ്റേജ് കെട്ടുന്ന സമയത്തോ ഒന്നും തന്നെ പോലീസ് ഇത് തടയാൻ തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് കോടതി എടുത്ത് ചോദിക്കുന്നത്. കൺമുന്നിൽ ഒരു നിയമലംഘനം നടന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിർമ്മാണ പ്രവൃത്തി പോലീസ് തടയാത്തതെന്ന് മാത്രമാണ്. അറച്ച് പോലീസ് ചെയ്തതാകട്ടെ ഈ പരിപാടിയും നാടകവും ഒക്കെ പൂർത്തിയായതിനു ശേഷം കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെയുള്ള ഒരു കേസ് മാത്രമാണ് അന്ന് പോലീസ് എടുത്തത് പോലും. പിന്നീട് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായി വിമർശനം വന്നതിന് ശേഷമാണ് ഈ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള വഞ്ചൂർ ബാബുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസ് പോലും രജിസ്റ്റർ ചെയ്തത്. എന്നിട്ട് ആകപ്പാട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി എന്ന് പറയുന്നത് ഈ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കിട്ടിയ സ്റ്റേജ് നിർമ്മാണത്തിനായി ഉപയോഗിച്ച ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ, ഒരു കണ്ടാലേറെ ഒരു 10-20 കസേരയും ഈ കൊടിയൊക്കെ നാട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് മുളക്കമ്പുകളും അതുപോലെ ഒരു വാഹനവും ഈ കാണുന്ന ഒരു പവർ യൂണിറ്റ് വണ്ടിയും മാത്രമാണ് പോലീസ് ഇതുവരെയും ഇവർക്ക് ഈ 3 പേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തത്. അതായത് ഈ സമ്മേളനം നടത്തിയവരാർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. വിശിഷ്ട അതിഥികളായി എത്തിയ സംസ്ഥാന സെക്രട്ടറിക്കോ ജില്ലാ സെക്രട്ടറിക്കോ എതിരൊന്നും തന്നെ കേസില്ല. പക്ഷേ അവർ പണം കൊടുത്ത് നിയോഗിച്ച വന്ന് സ്റ്റേജ് കെട്ടിയവർ മാത്രമാണ് ഇപ്പോൾ എന്തായിരുന്നാലും ഇവിടെ കുറ്റക്കാരായിട്ടുള്ളത്. അവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് ആരൊക്കെയാണ് വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിയത്, ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്, അത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ DGP കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത് സംബന്ധിച്ച് ഇനി ഹൈക്കോടതിയുടെ ഭാഗത്ത് അടുത്ത ദിവസം ഈ കേസ് എത്തുമ്പോൾ ഹൈക്കോടതി എന്ത് തീരുമാനമാണ് ഇതിൽ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായി ഇപ്പോൾ ഉള്ളത്. പ്രജീഷ്, ശരി. ജിബിൻ JB പറയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മീശയുള്ള അമ്മാവനെ പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ MV ഗോവിന്ദനാണ്. തൊടാൻ ധൈര്യപ്പെടുമോ വഞ്ചൂർ പോലീസ്? നട്ടലുള്ള പോലീസുകാർ അവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്കിനി കണ്ടറിയാം. കോടതിയുടെ നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയുമാണ്.